ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു അനുഭവം എനിക്കും അമ്മയ്ക്കും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. എൻ്റെ അനുഭവം പറയുന്നില്ല. അപ്പോൾ ഈ അനുഭവം പറയാം. നമസ്കാരം സാർ, ഞാൻ സുനിത ബാബുരാജ്. ഒരു 5 വർഷത്തിന് മുൻപുള്ള ഒരു സംഭവമാണ് കേട്ടോ. സാറിന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കണേ. കോവിഡ് സമയമായിരുന്നു. അപ്പോൾ ബസ്സിൽ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു കാറെടുത്തു. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു വടക്കൻ പറവൂര്. ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൂടി ഞങ്ങൾ ആ കല്യാണത്തിന് പോയി. ഈ കാറിലാണ് പോകുന്നത്. അപ്പോൾ റോഡിലൂടെ ഒരു വണ്ടിയിൽ DJ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നു. റോഡിൽ നിറച്ച് ജനം. അന്നൊരു ജനുവരി 1 രാത്രിയിലാണ് സംഭവം. അങ്ങനെ ഞങ്ങളുടെ വണ്ടി റൂട്ടിൽ നിന്നുപോയി. പോലീസ് വണ്ടി എടുക്ക് എന്ന് പറയുന്നു. പക്ഷേ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. വണ്ടി സ്റ്റോപ്പായിപ്പോയി. അങ്ങനെ ചില്ല് തുറന്നു. എൻ്റെ ചേട്ടൻ പോലീസിനോട് പറഞ്ഞു, വണ്ടി നീങ്ങുന്നില്ല. പോലീസ് ചോദിച്ചു, താൻ കുടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, വണ്ടി നീങ്ങുന്നില്ല. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ വിഷമിക്കുന്നു. ജനങ്ങളാണ്, റോഡ് നിറച്ച് DJ കാണാനുള്ള ജനങ്ങൾ. അങ്ങനെ പോലീസുകാരും നാട്ടുകാരും കൂടി ഞങ്ങളുടെ വണ്ടി തൊട്ടരികിൽ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് മാറ്റി. പരിപാടി റൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് ചേട്ടൻ കാറിൻ്റെ ബോണറ്റ് തുറന്നു നോക്കി. എൻജിൻ നല്ല ചൂടായിരിക്കുന്നു. ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഞങ്ങൾ ഇങ്ങനെ അമ്മയും മക്കളും കൂടി വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്നൊരു ചെറുപ്പക്കാരൻ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അടുത്തെത്തി. ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, എന്തു പറ്റി? ഞങ്ങൾ പറഞ്ഞു, വണ്ടി നിന്നുപോയി. ചേട്ടൻ വർക്ക്ഷോപ്പ് നോക്കാൻ പോയിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കിക്കോട്ടെ, ഞാനൊരു മെക്കാനിക്കാണ്. അയാൾ വണ്ടി നോക്കി. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിലെ റേഡിയേറ്ററിൽ മൂടി കാണുന്നില്ലല്ലോ. അയാൾ നോക്കുമ്പോൾ റേഡിയേറ്ററിൽ ഒരു തുള്ളി വെള്ളമില്ല. പക്ഷേ ആ ചെറുപ്പക്കാരൻ തന്നെ അതിൻ്റെ മൂടിയും കണ്ടുപിടിച്ചു. അപ്പോഴേക്കും വർക്ക്ഷോപ്പ് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചേട്ടനും എത്തി. ഈ സംഭവം നടക്കുന്നത് രാത്രി 9:30 ആയിട്ടുണ്ട്. ഞായറാഴ്ചയുമാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ചേട്ടൻ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കൊണ്ടുവരൂ. അങ്ങനെ ചേട്ടൻ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരൻ റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടായി. ചെറുപ്പക്കാരനോട് കൂടുതൽ നന്ദി പറഞ്ഞ് ഞങ്ങൾ വണ്ടിയായിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോഴാണ് റോഡിലെ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വന്ന ചെറുപ്പക്കാരൻ ആരായിരിക്കും? ആരാ ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടത്? എല്ലാം ഭഗവാന്റെ ലീലകൾ മാത്രം. ഇന്നും ഞങ്ങളത് ഓർക്കുമ്പോൾ അതിശയമായിട്ട് തന്നെ തോന്നുന്നു. ഹരേ കൃഷ്ണ, ഹരേ നാരായണ. വായിക്കാൻ പറ്റുമെങ്കിൽ മാത്രം വായിച്ചാൽ മതി. വായിക്കാൻ പറ്റി. ഇത് വായിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമ തന്നെയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതേമാതിരി ഒരു അനുഭവം ഉണ്ടായിരുന്നു. രാത്രിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്തരം അനുഭവങ്ങളിൽ എന്താ പറയേണ്ടത്, ഞാനും അമ്മയും എൻ്റെ സുഹൃത്തും ഒരു കല്യാണത്തിന് ഞാൻ കാറ് രാവിലെ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിട്ടാണ് പോയത്. പക്ഷേ എന്നോട് നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു വരുന്നു. അങ്ങനെ രാത്രി ഒരു 10:45 11 മണിയൊക്കെ ആയി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തിരിച്ച് കാറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ കാറ് സ്റ്റാർട്ടാവുന്നില്ല. ബാറ്ററി ഡൗൺ ആയിപ്പോയി. എന്താ ചെയ്യേണ്ടത്? ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഉണ്ട്, അമ്പലത്തിൻ്റെ ആൽത്തറയിൽ 2 പേരങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അതിലൊരാൾ വന്ന് ചോദിച്ചു, എന്താ പറ്റി? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം. അതൊന്നും പ്രശ്നമാക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം അടുത്ത വീട്ടിലെ ചേട്ടനെ വിളിക്കുന്നു. ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ്റെ കാറിലെ ബാറ്ററി ഒന്ന് ഊരണം. ഒക്കെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. ചേട്ടൻ ബാറ്ററി ഊരിക്കൊണ്ടുവരുന്നു, എൻ്റെ കാറിൽ കൊണ്ടിടുന്നു. അപ്പം ചാർജ് ആവുന്നു, എൻ്റെ ബാറ്ററി ഫിറ്റ് ചെയ്യുന്നു, കാർ സ്റ്റാർട്ടാവുന്നു. ഞങ്ങൾക്കൊരു നന്ദി മാത്രമേ പറയേണ്ടി വന്നുള്ളൂ. അതേമാതിരിയുള്ളൊരു അനുഭവമായിരുന്നു ഇത്. രാത്രിയുടെ ആ ഒരു സമയത്തൊക്കെ ആരും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് സഹായം നൽകുന്ന ആരായിരിക്കും? മങ്ങാട്ടച്ഛൻ്റെ വേഷത്തിൽ വന്നിട്ട് പൂന്താനത്തിന് ആരാണ് സഹായിച്ചത്? അതും കൊടുങ്കാട്ടിൽ കൊള്ളക്കാരുടെ ചുറ്റും നിന്ന് കണ്ണനെ അങ്ങനെ ഒച്ചത്തിൽ വിളിക്കുകയാണ്, ഭഗവാനെ എന്താ കഥ? ദൂരെ നിന്ന് കുളമ്പടി ശബ്ദം കേൾക്കുകയാണ് അല്ലേ? കുതിരക്കുളമ്പടി. ആരാ വരുന്നത്? മങ്ങാട്ടച്ഛൻ്റെ വേഷത്തിൽ ഭഗവാൻ വരികയാണ്. ഭഗവാൻ വന്നിട്ട് പൂന്താനത്തിനെ രക്ഷിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ നന്ദിയേ പറഞ്ഞുള്ളൂ. പൂന്താനം പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കണമെന്ന്. അങ്ങനെ പൂന്താനം ഒരു മോതിരം ഊരിക്കൊടുക്കുന്നു. അങ്ങനെ പിറ്റേന്ന് നടന്നതൊക്കെ ഞാൻ പറയണ്ടല്ലോ. ഗുരുവായൂരിലെത്തുന്നു, പൂന്താനത്തിനെ മേൽശാന്തി വിളിക്കുന്നു, പൂന്താനം വന്നാൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മോതിരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആരായിരുന്നു വന്നത് എന്നുള്ളത് അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലാവുന്നത്. അത്രയ്ക്കൊരു നമ്മളെ വൈബ്രേഷനാണ് ചില കഥകളല്ല, ചില ഭഗവാനെക്കുറിച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ. എനിക്ക് അമ്മയപ്പോൾ ചെറുപ്പത്തിൽ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആ കാട്ടിൻ്റെ നടുക്ക് നമ്മൾ പെട്ട മാതിരി തോന്നും. അത്രയും ഭംഗിയായിട്ടായിരുന്നു അമ്മ പറഞ്ഞു തരിക. അപ്പം മങ്ങാട്ടച്ഛൻ്റെ വേഷത്തിൽ എന്താ പറയേണ്ടത്? ഇത് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഇപ്പം നിർത്താണ്. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഹരേ ഹരേ കൃഷ്ണ.